എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ 147 147 നാലാമത്തെ ചിത്രമായിട്ട് തന്നിരിക്കുന്ന, അത് നിങ്ങളെല്ലാവരും ആ പുസ്തകം എടുത്ത് വിളിച്ച് നോക്കുക. ജിംനോസ്പേസിയം എന്ന് പറയുന്ന സ്പേസ് എന്ന് പറയുന്ന ആ ചെടി വർഗ്ഗത്തെക്കുറിച്ചാണ്, ആ ചെടികളുടെ വർഗ്ഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. എല്ലാവരും ടെസ്റ്റ് എടുത്ത് വയ്ക്കുക. ഓക്കെ, സോ വി വിൽ ഗോ ടു ജിംനോസ്പേസ് എന്ന് പറയുന്ന ആ ചെടി വർഗ്ഗത്തിലേക്ക് പോകാം. ഓക്കെ, വാട്ട് കൈൻഡ് ഓഫ് പ്ലാന്റ് ഈസ് ജിംനോസ്പേസ്? അതായത് ഈ ജിംനോസ്പേസ് എന്ന് പറയുന്നത് ഏത് തരത്തിൽപ്പെട്ട പ്ലാന്റ് ആണ്? ജിംനോസ്പേസ് ആർ എ ഗ്രൂപ്പ് ഓഫ് വുഡി പെരേനിയൽ സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ് typically lacking the പ്രൊട്ടക്റ്റീവ് ഔട്ടർ കവറിങ് വിച്ച് സറൗണ്ട് ദ സീഡ് ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ്. അതായത് ജിംനോസ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള ചെടികളാണ്. പക്ഷേ ആ ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവ സീഡ് പ്രൊഡ്യൂസിങ് ആണ്, അത് സീഡ് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ സാധാരണ എല്ലാ ചെടിയുടെയും വിത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഒരു പ്രൊട്ടക്റ്റീവ് ഔട്ടർ കവറിങ്, അതായത് ആ വിത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്ത് ഒരു കവറിങ് ഉണ്ടായിരിക്കും. ഓക്കെ, ദ സീഡ്സ്, അതായത് ഇത് ഏതാണ്? ഫ്ലവറിങ് പ്ലാന്റ്, അതായത് പൂക്കളിൽ നിന്നും വിത്തുകൾ ഉണ്ടായി വരുന്ന ചെടികൾ എല്ലാം എന്താണ് കാണുന്നത്? ആ വിത്തുകളെ സംരക്ഷിക്കുവാൻ ഒരു കവറിങ് ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള കവറിങ്ങുകൾ ഇല്ലാത്ത ചെടികളെയാണ് എന്ത് പറയുന്നത്? ജിംനോസ്പേംസ് എന്ന് പറയുന്നത്. നിങ്ങൾ ആ ചെടികളെ കണ്ട എന്നത് വിചാരിക്കുന്നു. അപ്പോൾ ഇത് എന്താണ് അറിയപ്പെടുന്നത്? ഈ ചെടികളുടെ വിത്തുകൾക്ക് ആ ഒരു പ്രൊട്ടക്റ്റീവ് കവർ ഇല്ല എന്നുള്ളതാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ചെടിക്കല്ല, ചെടിയുടെ വിത്തുകൾക്ക്. ഓക്കെ, വാട്ട് ഈസ് ദ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓഫ് ജിംനോസ്പേം പ്ലാന്റ്സ്? എന്താകുന്നു ജിംനോസ്പേം പ്ലാന്റിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ? അതായത് റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് പ്ലാന്റുകളിൽ അറിയപ്പെടുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഓഫ് ജിംനോസ്പേം പ്ലാന്റ്സ് ആർ കോൺസ്. അതായത് ജിംനോസ്പേം പ്ലാന്റുകളുടെ റീപ്രൊഡക്റ്റീവ് ഭാഗങ്ങളെ അല്ലെങ്കിൽ പ്രത്യുൽപാദന ഭാഗങ്ങളെ അറിയപ്പെടുന്നത്, ആ സ്ട്രക്ചറിനെ അറിയപ്പെടുന്നതിന് എന്താണ്? കോൺ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾക്ക് വിചാരിക്കും, അപ്പോൾ കോൺ എന്താണെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും. എ കോൺ റെഫേഴ്സ് ടു എ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഫൗണ്ട് ഇൻ സർട്ടൻ പ്ലാന്റ്. ഈ കോൺ എന്ന് പറയുന്നത് ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ജിംനോസ് പ്ലാന്റ്സിൽ ഈ കോൺ എന്ന് പറയുന്ന പ്രത്യുൽപാദനത്തിൻ്റെ സ്ട്രക്ചറോട് കൂടിയാണ് പ്രത്യുൽപാദനം നടക്കുന്നത്. ഇനി 117ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ സീഡ്സ് ഓഫ് ജിംനോസ്പേം പ്ലാന്റ്സ്? എന്താണ് ജിംനോസ്പേം പ്ലാന്റിൻ്റെ വിത്തുകളുടെ പ്രത്യേകത എന്നുള്ളതാണ് ചോദിച്ചത്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി, പ്രത്യേകത ഓഫ് സീഡ്സ്, വിത്തുകളുടെ ജിംനോസ്പേം പ്ലാന്റ്സ്, ജിംനോസ്പേം പ്ലാന്റിൻ്റെ സീഡുകളുടെ പ്രത്യേകത എന്താണ്? ദ സീഡ്സ് ഓഫ് ദ ജിംനോസ്പേം പ്ലാന്റ്സ് ആർ നോട്ട് എംബെഡഡ് വിത്ത് ഫ്രൂട്ട്സ്. അതായത് ജിംനോസ്പേം പ്ലാന്റിൻ്റെ സീഡുകൾ, വിത്തുകൾ എന്താണ്? സീഡ്സ് എന്ന് വെച്ചാൽ വിത്താണ്. ജിംനോസ്പേം പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ജിംനോസ്പേം പ്ലാന്റിൽ ആർ നോട്ട് എംബൈഡഡ് വിത്ത് ഫ്രൂട്ട്സ്. അതായത് സാധാരണ ചെടികളുടെ വിത്തുകൾക്ക് ചുറ്റിനും ഒരു ആവരണം ഉണ്ടായിരിക്കും, ഫ്രൂട്ടായിട്ട് നമ്മൾ കഴിക്കുന്നത്. ഇപ്പോൾ മാങ്ങയൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാങ്ങയുടെ പുറത്തുള്ളത് നമ്മൾ കഴിക്കുന്നു. അങ്ങനെ ഒരു ആവരണം ഉണ്ടായിരിക്കും. ആപ്പിളാണെങ്കിൽ ആപ്പിളിൻ്റെ അകത്ത് വിത്തിരിക്കുകയും പുറത്തുള്ളത് നമ്മൾ കഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ സപ്പോട്ടയ്ക്കാണെങ്കിലും അവക്കാടൊക്കെയാണെങ്കിലും ഒക്കെ നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കവറിങ് ഫ്രൂട്ട്സ് ആയിട്ട് അതിന് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ജിംനോസ്പേം പ്ലാന്റിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി 118ാമത്തെ ചോദ്യം, ഡു ജിംനോസ്പേം പ്ലാന്റ്സ് ഹാവ് വസ്കുലർ ടിഷ്യൂസ്? അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജിംനോസ്പേം പ്ലാന്റുകൾക്ക് വസ്കുലർ ടിഷ്യൂസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരം ഇങ്ങനെ എഴുതാം, കോംപ്ലക്സ് വസ്കുലർ ടിഷ്യൂസ് ആർ സീൻ ഇൻ ജിംനോസ്പേം പ്ലാന്റ്സ്. അതായത് വളരെ സങ്കീർണമായിട്ടുള്ള വസ്കുലർ ടിഷ്യൂസ് നമുക്ക് എവിടെ കാണുവാനായിട്ട് സാധിക്കും? ജിംനോസ്പേം പ്ലാന്റിൽ കാണുവാനായിട്ട് സാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 119ാമത്തെ ചോദ്യം, ഡു സൈലം വെസൽസ് സീൻ ഇൻ ജിംനോസ്പേം പ്ലാന്റ്? അതായത് ജിംനോസ്പേം പ്ലാന്റിൽ സൈലം വെസലുകളെ കാണുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ഉത്തരം എഴുതുവാനായിട്ട് സാധിക്കും. എന്താണ്? സൈലം വെസലുകളെ ജിംനോസ്പേം പ്ലാന്റിൽ കാണുന്നില്ല എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം സൈലം വെസൽസ് ആർ ആബ്സെൻറ്റ് ഇൻ ജിംനോസ്പേം പ്ലാന്റ്സ്. അതായത് സൈലം വെസൽസുകൾ ജിംനോസ്പേം പ്ലാന്റിൽ ആബ്സെൻറ്റ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം നമുക്കൊരു ചോദ്യം, ഒരു പുതിയ വാക്ക് ഇവിടെ വന്നു, വാട്ട് ഈസ് സൈലം? അപ്പോൾ എന്താണ് ഈ സൈലം എന്ന് പറയുന്നത്? സൈലം ഈസ് എ ടിഷ്യൂ ദാറ്റ് ട്രാൻസ്പോർട്ട്സ് വാട്ടർ ത്രൂ ഔട്ട് പ്ലാന്റ്സ് ബോഡി. അതായത് ഒരു പ്ലാന്റിൻ്റെ ശരീരത്തിലൂടെ അല്ലെങ്കിൽ ഒരു ചെടിയുടെ ശരീരത്തിലാകമാനം ജലം കൊണ്ടുപോകുന്ന ടിഷ്യൂക്കൾ പറയുന്ന പേരാണ് എന്താണ്? സൈലം എന്ന് പറയുന്നത്. അപ്പോൾ ആ സൈലം വെസൽസ് എവിടെയാണ്? ജിംനോസ്പേം പ്ലാന്റിൽ വളരെ കുറവാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ജിംനോസ്പേം പ്ലാന്റ്സ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ജിംനോസ്പേം പ്ലാന്റ്സ്, അതായത് ജിംനോസ്പേം പ്ലാന്റിനെ കുറിച്ച് നമ്മളോട് ഒരു ഷോർട്ട് നോട്ട് എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഷോർട്ട് നോട്ടിലേക്ക് പോവുകയാണ്. ജിംനോസ്പേം പ്ലാന്റ്സ് ആർ എ ഗ്രൂപ്പ് ഓഫ് വുഡി
പെരേനിയൽ സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ്. അതായത് ജിംനേഷ്യം പ്ലാന്റ്സ് എന്ന് പറയുന്നത് വുഡോട് കൂടിയിട്ടുള്ള പെരേനിയൽ സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ് ആണ്. ഓക്കെ, അതിൻ്റെ പേരിൻ്റെ പ്രത്യേകത എന്താണ്, സീഡിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ആ വിത്തിൻ്റെ പ്രത്യേകത എന്താണ്? ടിപ്പിക്കലി ലാക്കിംഗ് ദ പ്രൊട്ടക്റ്റീവ് ഔട്ടർ കവർ വിച്ച് സറൗണ്ട് ദ സീഡ്സ് ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ്. അതായത് പൂക്കൾ വിരിഞ്ഞ് ഉണ്ടാകുന്ന ചെടികൾക്ക്, വിത്തുകൾ ഉണ്ടാകുന്ന ചെടികളുടെ വിത്തുകൾക്ക് പുറമെ ഒരു ആവരണം ഉണ്ടായിരിക്കും. ആ ആവരണം ഏതാണ്? ജിംനോസ്പേം പ്ലാന്റിൻ്റെ വിത്തുകൾക്ക് ഉണ്ടായിരിക്കുകയില്ല എന്നാണ്. ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ വിരിയുന്ന ചെടികൾ. ഓക്കെ, പ്രൊട്ടക്റ്റീവ് ഔട്ടർ കവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംരക്ഷിക്കുന്ന പുറം കവചം എന്നാണ് അർത്ഥം. സറൗണ്ട്സ് എന്ന് വെച്ചാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ദ സീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തുകൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് തോന്നുന്നു. റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഇൻ ജിംനോസ്പേം പ്ലാന്റ്സ് ആർ കോൺസ്. അതായത് ജിംനോസ്പേം പ്ലാന്റിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് കോണുകളാണ് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം. ദ സീഡ്സ് ഓഫ് ജിംനേഷ്യം പ്ലാന്റ്സ് ആർ നോട്ട് എംബൈഡഡ് വിത്ത് ഫ്രൂട്ട്സ്. അതുപോലെ തന്നെ ജിംനോസ്പേം പ്ലാന്റിൻ്റെ സീഡുകൾക്ക് എന്താണ്? നോട്ട് എംബൈഡഡ് വിത്ത് ഫ്രൂട്ട്സ്. അത് ഫ്രൂട്ടിനാൽ കവർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ കോംപ്ലക്സ് വസ്കുലർ ടിഷ്യൂസ് ആർ സീൻ ഇൻ ജിംനോസ്പേം പ്ലാന്റ്സ്. അതായത് ജിംനോസ്പേം പ്ലാന്റിൽ വളരെ സങ്കീർണമായ വസ്കുലർ ടിഷ്യൂസിനെയാണ് കാണപ്പെടുന്നത്. സൈലം വെസൽസ് ആർ ആബ്സെന്റ് ഇൻ ജിംനോസ്പേം പ്ലാന്റ്സ്. അതുപോലെ തന്നെ സൈലം വെസലുകൾ ജിംനോസ്പേം പ്ലാന്റിൽ ആബ്സെൻറ്റും ആണ്, അല്ലെങ്കിൽ ഇല്ല എന്നുമുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ പോകുന്നത് 147-ാമത്തെ പേജിൽ തന്നെ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ചെടികളാണ്. അതായത് ആൻജിയോസ്പേംസ് എന്ന് പറയുന്ന ആ ചെടിവർഗ്ഗത്തെക്കുറിച്ചാണ്. ആൻജിയോസ്പേംസ് എന്ന് പറയുന്ന ചെടിവർഗ്ഗത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചോദിക്കുകയാണ്, വാട്ട് ആർ ആൻജിയോസ്പേം പ്ലാന്റ്സ്? എന്താകുന്നു ആൻജിയോസ്പേം പ്ലാന്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻജിയോസ്പേം പ്ലാന്റ്സ് ആർ പ്ലാന്റ്സ് ദാറ്റ് പ്രൊഡ്യൂസ് ഫ്ലവേഴ്സ് ആൻഡ് ബെയർ ദെയർ സീഡ്സ് ഇൻ ഫ്രൂട്ട്സ്. അതായത് ആൻജിയോസ്പേം പ്ലാന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ചെടികളാണോ പൂക്കുകയും അതിനുശേഷം അത് വിത്ത് ഉൽപ്പാദിപ്പിക്കുകയും ആ വിത്തിനെ ഒരു ഫ്രൂട്ട്സിനകത്തായിട്ട് കാണപ്പെടുകയും ചെയ്യുന്ന പ്ലാന്റുകളെയാണ് എന്തെന്ന് പറയുന്ന ആൻജിയോസ്പേം പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൗ ദ റീപ്രൊഡക്ഷൻ ഹാപ്പൻസ് ഇൻ ആൻജിയോസ്പേം പ്ലാന്റ്സ്. എങ്ങനെയാണ് ആൻജിയോസ്പേം പ്ലാന്റുകളിൽ പ്രത്യുൽപാദനം നടക്കപ്പെടുന്നത്? റീപ്രൊഡക്റ്റീവ് പാർട്സ് ആർ പ്രസൻറ്റ് ഇൻ ദ ഫ്ലവേഴ്സ് ഓഫ് ആൻജിയോസ്പേം പ്ലാന്റ്സ്. അതായത് പ്രത്യുൽപാദനത്തിന് വേണ്ടുന്ന ഭാഗങ്ങൾ ആൻജിയോസ്പേം പ്ലാന്റിൻ്റെ പൂക്കളിൽ കാണുവാനായിട്ട് സാധിക്കും. ആൻജിയോസ്പേം പ്രൈമർലി റീപ്രൊഡ്യൂസ് സെക്സ്വലി ത്രൂ ദ പ്രൊഡക്ഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ ഓഫ് പോളൻ. അതിന് സ്പേം സെൽ എന്നും പറയും. പോളനെ നമുക്ക് സ്പേം സെൽ എന്ന് പറയും. അപ്പോൾ ആൻജിയോസ്പേം പ്രൈമർലി റീപ്രൊഡ്യൂസ്. അതായത് മുഖ്യമായിട്ടും ആൻജിയോസ്പേം എന്താണ് ചെയ്യുന്നത്? പ്രത്യുൽപാദനം നടത്തുന്നത് സെക്സ്വലി ആണ്. അതായത് ലൈംഗികതയിലൂടെയാണ് അത് പ്രത്യുൽപാദനം നടത്തുന്നത്. ത്രൂ ദ പ്രൊഡക്ഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ. അതായത് എങ്ങനെയാണ് ഈ ലൈംഗികതയ്ക്ക് വേണ്ടുന്ന പ്രൊഡക്ഷൻ, എന്താണ് പ്രൊഡക്ഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ? പ്രൊഡക്ഷൻ എന്താണ്? ഓഫ് പോളൻ. അതായത് ഇവയിലുണ്ടാകുന്ന പോളൻ്റെ ഉൽപ്പാദനത്തിലൂടെയും ഫെർട്ടിലൈസേഷനിലൂടെയും. അപ്പോൾ ഈ പോളന് പറയുന്ന മറ്റൊരു പേരാണ് സ്പേം സെൽ ആൻഡ് എഗ് സെൽസ് ഇൻ ദ ഓവറി. ഈ പോളൻ ഉൽപ്പാദിപ്പിക്കുക, അതുപോലെ തന്നെ ഓവറിയിലുണ്ടാകുന്ന എഗ് സെല്ലിലേക്ക് ഈ സ്പേം സെല്ലിൻ്റെ സംയോഗം വഴി ഫെർട്ടിലൈസേഷൻ നടന്നാണ് വിത്തുകളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ദ ഫെർട്ടിലൈസേഷൻ പ്രൊഡ്യൂസസ് സീഡ്സ്. ഇങ്ങനെ ഫെർട്ടിലൈസേഷൻ നടത്തിയാണ് അവയ്ക്ക് വിത്തുകൾ ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് നമ്മൾ 124-ാമത്തെ ചോദ്യം, ഹൗ ദ ഫ്രൂട്ട്സ് ഓഫ് ആൻജിയോസ്പേം പ്ലാന്റ്സ് ആർ സീൻ. എങ്ങനെയാണ് നമുക്ക് ഈ ആൻജിയോസ്പേംസ് പ്ലാന്റിൻ്റെ ഫ്രൂട്ടുകളെ കാണുവാനായിട്ട് കാണുന്നത്? ഫ്രൂട്ട്സ് ഓഫ് ആൻജിയോസ്പേം പ്ലാന്റ്സ് ആർ സീൻ കവറിങ് ദ സീഡ്സ്. ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന സാധനം ആൻജിയോസ്പേം പ്ലാന്റിൻ്റെ സീഡിനെ കവർ ചെയ്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി 125-ാമത്തെ ചോദ്യം, ഡു വസ്കുലർ ടിഷ്യൂസ് ആർ സീൻ ഇൻ ആൻജിയോസ്പേം പ്ലാന്റ്സ്. അതായത് ആൻജിയോസ്പേം പ്ലാന്റിൽ വസ്കുലർ ടിഷ്യൂസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, കോംപ്ലക്സ് വസ്കുലർ സൈലം ടിഷ്യൂസ് ആർ സീൻ ഇൻ ആൻജിയോസ്പേം പ്ലാന്റ്സ്. അതായത് വളരെ സങ്കീർണമായിട്ടുള്ള വസ്കുലർ സൈലം ടിഷ്യൂസിന് എവിടെയാണ് നമുക്ക് ആൻജിയോസ്പേം പ്ലാന്റിൽ കാണുവാനായിട്ട് സാധിക്കും. ഡു ട്രെച്ചേഡ്സ് ആർ പ്രസൻറ്റ് ഇൻ ആൻജിയോസ്പേം പ്ലാന്റ്സ്. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ട്രെച്ചേഡ്സ് എന്താണ് ആൻജിയോസ്പേം പ്ലാന്റിൽ ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ യെസ്, ട്രെച്ചേഡ്സ് ആർ പ്രസൻറ്റ് ഇൻ ആൻജിയോസ്പേം പ്ലാന്റ്സ്. അതായത് ആൻജിയോസ്പേം പ്ലാന്റിൽ ട്രെച്ചേഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ചോദ്യം വന്നു, എന്താണ് ട്രെച്ചേഡ്സ്? ട്രെച്ചേഡ്സ് ആർ ദ elongated cells that transport water, minerals and salt through the xylem of vascular plants. അതായത് ട്രെച്ചേഡ്സ് എന്ന് പറയുന്നത് ഈ ഏത് പ്ലാന്റിൻ്റെയാണ്? ഈ ആൻജിയോജെൻസ് പ്ലെയിൻസ് പ്ലാന്റിൻ്റെ അകത്ത് കൂടെ ജലത്തെയും മിനറൽസിനെയും സോൾട്ടിനെയും ഒക്കെ
ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ്. വാട്ട് ആർ വാസ്കുലർ പ്ലാന്റ്സ്? അതായത് ഓൾറെഡി നമ്മൾ വാസ്കുലർ പ്ലാന്റ്സ് എന്താണെന്ന് പറഞ്ഞു. വാസ്കുലർ പ്ലാന്റ്സ് ആർ പ്ലാന്റ്സ് ടു ഹാവ് ലിഗ്നിഫൈഡ് ടിഷ്യൂസ് ഫോർ കണ്ടക്ടിങ് വാട്ടർ ആൻഡ് മിനറൽസ് ത്രൂ ഔട്ട് ദ പ്ലാന്റ്. അതായത് ഏത് പ്ലാന്റിൻ്റെ അകത്തേക്കടെയാണോ ജലത്തെയും ലവണങ്ങളെയും കൊണ്ടുപോകാനുള്ള കലകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ പ്ലാന്റുകളെയാണ് വാസ്കുലർ പ്ലാന്റ് എന്ന് പറയുന്നത്. റൈറ്റ് എക്സാമ്പിൾ ഫോർ ആൻജിയോസ്പേം പ്ലാന്റ്സ്. നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആൻജിയോസ്പേം പ്ലാന്റിന് ഉദാഹരണം എഴുതുവാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അതിന് ഉദാഹരണമായിട്ട് എഴുതാം ഹെബിസ്കസ്, അതായത് ചെമ്പരത്തി, മാവ്, മാംഗോ ട്രീ ആൻഡ് കോക്കനട്ട് ട്രീ എന്നൊക്കെ നമുക്ക് എഴുതി വെക്കാവുന്നതാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എന്താണ് പറഞ്ഞത് ആൻജിയോസ്പേം പ്ലാന്റ്സ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും.